ഇന്നൊരു മത്തങ്ങ പുളി വറവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഈ മത്തങ്ങയുടെ തൊലിയും കുരുവും ഒന്ന് കളഞ്ഞ് അരിഞ്ഞെടുക്കാം. ആദ്യം നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് മത്തങ്ങയും സവോളയും എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. സവാള ഒരു കണ്ണാടി പരുവാകുന്ന വരെ വാടിയ ശേഷം നമുക്ക് മത്തങ്ങയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. സവാള ബ്രൗൺ നിറമാകണമെന്നൊന്നുമില്ല, ഇത് പാകമായിട്ടുണ്ട്. ഇത്രയും വാടി വന്നാൽ മതി. ഇനി 2 പച്ചമുളക്, പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തങ്ങ ഇതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വഴറ്റി നമുക്ക് കോരി മാറ്റണം. ഇത് ഇപ്പോൾ ഓണം വരാൻ പോവല്ലേ, അപ്പോൾ ഓണത്തിനൊരു സ്പെഷ്യൽ കറിയായിട്ട് നമുക്കിത് വെക്കാം. ഈ മത്തൻ എന്ന് പറയുന്ന സാധനം നമ്മളെല്ലാവർക്കും കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ള സാധനമാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് കറി വെച്ച് കഴിക്കുന്നത് നമുക്ക് ആരോഗ്യത്തിന് നല്ലതാണ്. ഇതിൻ്റെ കുരു കഴിക്കുന്നത് നല്ലതാണ്. കടകളിൽ ഇതിൻ്റെ സീഡ്സ് കിട്ടുന്നുണ്ട്. അത് വാങ്ങിച്ചെല്ലാവരും കഴിക്കുക, നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. മത്തൻ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. പക്ഷേ മത്ത ഈ സാമ്പാറിലൊക്കെ ഇടൂലേ? മത്തങ്ങ സാമ്പാറിലിടും. സാമ്പാറിലിടുമ്പം എല്ലാരും കഴിക്കുന്നതല്ലേ? സാമ്പാറിലിടുമ്പം കഴിക്കും, അല്ലാതൊന്നും കഴിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഞാനിത് അരിയുമ്പം പച്ചക്കൊക്കെ തിന്നാറുണ്ട്. പച്ചക്ക് മത്തന? എന്റെ ദൈവമേ, നല്ല ടേസ്റ്റാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പച്ചക്ക്. പിന്നെ അരിയുമ്പോൾ ഇതിന്റെ കുരു കഴിക്കാറുണ്ട് പച്ചയോടുകൂടെ തന്നെ. എന്റെ ടേസ്റ്റ് കൊണ്ടാ കഴിക്കണം. എന്റെ ടേസ്റ്റ് ഇല്ലാതെ ആരെങ്കിലും കഴിക്കുമോ? എല്ലാവർക്കും മടിയാണ് ഇത് കഴിക്കാനായിട്ട്. പക്ഷെ ഞാൻ ഇത് അരിയുമ്പോഴേക്കും, സാമ്പാറിനൊക്കെ അരിയുമ്പോൾ ഇത് കഴിക്കാറുണ്ട്. ചുമ്മാ സാമ്പാർ വയ്ക്കുമ്പോൾ കഷ്ണങ്ങൾ കുറഞ്ഞിരിക്കുന്നു. മറ്റേ ഈ കടയിലൊക്കെ മറ്റേ വിൽക്കാൻ പറ്റില്ല, മറ്റേ കുറെ എന്തൊക്കെ സീഡ് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ഉച്ചക്ക് ഇതാണോ കറി? ഉച്ചക്ക് ഇതുണ്ട്, ചക്കക്കുരു, മാങ്ങ, മുരിങ്ങയ്ക്ക കറിയുണ്ട്, ഉണക്കച്ചെമ്മീൻ ചമ്മന്തി ഉണ്ട്. പോരെ ഇതൊക്കെ. നമുക്ക് കുറച്ച് തേങ്ങ വറുത്തെടുക്കാം. ഭയങ്കര കാറ്റല്ലേ? നല്ല കാറ്റ്. ഈ തേങ്ങ നല്ല ചുവക്കെ വറുത്തെടുക്കണം. കാറ്റ് ഭയങ്കര. മത്തങ്ങക്കറി ഇഷ്ടമല്ലേ? മത്തങ്ങ ഇഷ്ടമല്ലേ? ഇഷ്ടമില്ല, എന്നാലും കുറച്ച് കഴിക്കാം. കുറച്ചല്ലേലും നല്ല ടേസ്റ്റ്. തേങ്ങയൊക്കെ വറുത്ത് ചേർത്തുണ്ടാക്കുന്ന കറിയല്ലേ. പുളിയുണ്ട്, എരിവുണ്ട്, എല്ലാം ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒന്ന് കഴിച്ചു നോക്ക്. നല്ല മീൻ വറുത്തം ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. അതല്ല കഴിക്കുന്നേ, കുറച്ച് കഴിക്കാം. ഇച്ചിരി മീൻ വറുത്തതും തൈരും എല്ലാം കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് വിശക്കും, അടിപൊളിയായിരിക്കും. നമ്മളൊക്കെ ഒന്ന് പരീക്ഷ നോക്കണം. മത്തങ്ങ തിന്നില്ല എന്നും പറഞ്ഞ് ചെയ്യുന്ന കാര്യമില്ലല്ലോ. കുറച്ച് പുളി ഇട്ട് കൊടുക്കുക അതിനകത്തേക്ക്. തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി എത്ര ഇടണം? ഇരിക്കട്ടെ, ഇതൊന്ന് ഇറക്കി വെക്കാം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. മുളക് പൊടി അതിന് ശേഷം ഇടാം. മഞ്ഞൾപ്പൊടി 1/2 സ്പൂണ്, മുളക് പൊടി ഒരു 1.5 സ്പൂൺ ഇടണം. ഒരു 1.5 സ്പൂൺ മുളക് പൊടി. ചട്ടിക്ക് നല്ല ചൂടുണ്ട്. ഇതിൽ വെച്ചിരുന്നാൽ ഇനി കരിഞ്ഞു പോകുമ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ചൂടാ ചട്ടി.
ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. പറഞ്ഞാൽ അത് ചട്ടിയുടെ തോന്നുന്നുണ്ട്. ചട്ടി നല്ല ചൂടുണ്ട്, അതുകൊണ്ടോ പുകഞ്ഞോ, ഇല്ലെങ്കിൽ അതിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് തേങ്ങ എല്ലാം കരിഞ്ഞു പോകും. നമുക്കൊരു ചട്ടി വെച്ച് ഈ വഴറ്റി വെച്ചിരിക്കുന്ന മത്തങ്ങയും സവോള എല്ലാം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഇത് മത്തം മാത്രം ഇട്ടല്ലേ വഴറ്റണേ? മത്തങ്ങയും സവോളയും പച്ചമുളകും കൂടെ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. എന്തോ കല്ലുപ്പാണോ? കല്ലുപ്പ ഇടുന്നു. കല്ലുപ്പ് ചേർത്ത് നോക്കണ്ട. കല്ലുപ്പ് ചേർത്താൽ നല്ല ടേസ്റ്റാണ്. പൊടിയുപ്പിനേക്കാളും ടേസ്റ്റാണ് കല്ലുപ്പ് ചേർത്ത്. ഇനി ഇത് ഇവിടെ ഇരുന്നൊന്ന് വെന്ത് വരട്ടെ, ഞാൻ അരച്ചുകൊണ്ട് വരാം. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് എണ്ണ തെളിഞ്ഞ് വരട്ടെ. അതിനുശേഷം നമുക്കൊന്ന് കടുക് വറുത്തൊഴിക്കാം. നമുക്കൊരു ചെറിയ കഷ്ണം ശർക്കരയും കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. തിളച്ച് നല്ല എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇറക്കി വയ്ക്കാം. കടുക് വറുത്തൊഴിക്കാം. നമുക്ക് സാധാരണ കടുകും കറിവേപ്പിലയും മാത്രമേ ചേർക്കാറുള്ളൂ. ഇതിനകത്ത് കുറച്ച് ഉഴുന്ന് പരിപ്പും ഉലുവയും ചേർക്കുന്നുണ്ട്. ആദ്യം ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കാം. ഒരു നുള്ളു ഉലുവ, കടുക്, വറ്റൽമുളക്, കറിവേപ്പില,